കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് ഒരു പുതിയ ഡ്രാമയായിട്ടാണ്. കുറേ നാളെ നമ്മൾ ലവ് വിത്ത് ഫ്ലോസ് അങ്ങനെ കൊണ്ട് നടക്കണല്ലേ. ഇപ്പം നമ്മുടെ ലവ്ലി റണ്ണർ ആണെങ്കിൽ നാളെ മറ്റന്നാളും കൂടി അവസാനിക്കും. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു പുതിയ ഡ്രാമ തുടങ്ങണ്ടേ. പക്ഷേ ഓൺഗോയിങ് ഡ്രാമാസ് ജൂൺ എൻഡ് തൊട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല ഡ്രാമാസ് ജൂണിൽ വരുന്നുണ്ട്. അപ്പോൾ ടൈം ബീങ് നമുക്കൊരു നല്ല കൊറിയൻ ഡ്രാമ കാണാം. ഡ്രാമയുടെ പേരാണ് ഷൂട്ടിംഗ് സ്റ്റാർ. നമ്മുടെ നായികയുടെ പേരാണ് ലീ സങ് ക്യുങ്. വെയ്റ്റ് ലിഫ്റ്റ് ഫെയറി, ഡോക്ടർ സ്ലമ്മിൽ ഒരു ചെറിയൊരു ഗസ്റ്റ് റോള്, ഡോക്ടർ റൊമാൻറ്റിക്, അതിലൊക്കെ കുറേ നല്ല നല്ല ഡ്രാമാസ് അഭിനയിച്ചിട്ടുള്ള ഒരു ഫേമസ് ആക്ട്രസ് ആണ് കേട്ടോ. നായകനാണെങ്കിലോ കിം യുങ് ദേ. എക്സ്ട്രാ ഓർഡിനറി യൂലൊക്കെ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നായകനാണ് കേട്ടോ. ഇതിൻ്റെ വൺ ലൈൻ ആണെങ്കിൽ നല്ല അടിപൊളി വൺ ലൈനാണ്. നമ്മുടെ ഒരു കെ പോപ്പ് ഐഡൽ സിംഗറിൻ്റെ ഒരു ലൈഫൊക്കെയാണ് കാണിക്കുന്നത്. അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസും ഇതൊക്കെ. എന്നിട്ട് അവൻ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അവരുടെ പി ആർ മാനേജറായിട്ട് വരുന്ന പെൺകുട്ടീനെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അവൻ്റെ തമ്മിലുള്ള റൊമാൻസും ക്യൂട്ടായിട്ടുള്ള ഫൈറ്റ്സും നല്ല അടിപൊളി നല്ല ഫീൽ ഗുഡ് ഡ്രാമയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് കഥ കേൾക്കാം. ഡ്രാമയുടെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികനെ കാണിച്ചുകൊണ്ടാണ്. നായികയുടെ പേരാണ് ഓ ഹാൻ ബ്യൂൾ. നമ്മളെന്ത് വിളിക്കും? ഹാൻ എന്ന് വിളിക്കാം. അപ്പോൾ നായികയുടെ ലൈഫ് എങ്ങനെയാണെന്ന് ആദ്യം തന്നെ കാണിക്കുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ഇവളൊരു പി ആർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ഫേമസ് ബാൻഡിന് വേണ്ടിയിട്ട്. പി ആർ മാനേജർ എന്താ ചെയ്യാമെന്ന് അറിയാമല്ലോ. ഇവർക്ക് നമ്മുടെ ഒരു ബാൻഡിലുണ്ടാവുന്ന മെമ്പേഴ്സിനുണ്ടാവുന്ന സ്കാൻഡൽസും റൂമേഴ്സും ഇങ്ങനത്തെ ന്യൂസ് ഇതുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ ഡിലീറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, അതിനെ ഡീൽ ചെയ്യുക, ചിലപ്പോൾ ലീഗലി ഡീൽ ചെയ്യണം. അങ്ങനെ പണിയാണ് കേട്ടോ മൂപ്പര് ചെയ്യണത്. അപ്പോഴൊക്കെ അവൾ എന്താ പറയുക, ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഓരോ റൂമേഴ്സും ന്യൂസുകളൊക്കെ ഇങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവളുടെ വേറൊരു ജോലി എന്ന് പറയുന്നത് ഇവർക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കെ പോപ്പ് ഇത് വരുമ്പോൾ അവർ മൊത്തത്തിലിങ്ങനെ നിറഞ്ഞു നിൽക്കണമല്ലോ ഇതിൻ്റെ. അപ്പോൾ എന്താ പറയുക, ഇവരിങ്ങനെ കണ്ടൻറ്റും കൂടി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം സ്ഥിരമായിട്ട്. എങ്കിൽ മാത്രമേ ആളുകളിലേക്ക് ഇത് എത്തുകയും ചെയ്യുള്ളൂ, ഇവർക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ഉണ്ടല്ലോ, ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ 2 ആഴ്ച ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തൊക്കെ റൂമിൽ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ആയിട്ട് വരും കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രാമയിലേക്ക് വരുമ്പോണ്ടല്ലോ, അപ്പോൾ നായിക ഒരു ഇൻ്റർവ്യൂ കൊടുക്കുവാണ്. അപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററീസൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഈ ജോലിയിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഏതാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം? അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗാർഡ്ലെസ് അവളുടെ മൂഡ് എങ്ങനെയാണോ, അവളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ, അതിനൊക്കെ ഇതായിട്ട് അവൾക്ക് ഏത് സമയവും കോളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിൽ അവൾക്കൊരു കോൾ വരുന്നുണ്ട്. എന്നിട്ട് ഇവളിങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, തേസങ്ങോ അവൻ ആഫ്രിക്കയിൽ ഒരു ചാരിറ്റി വർക്കിന് വേണ്ടിയിട്ട് പോയിരിക്കാമല്ലോ. ഞാനും ആലോചിക്കുന്നുണ്ട് അവൻ എന്താ ചെയ്യണേന്ന്. എനിക്ക് തോന്നുന്നു അവനിപ്പോൾ കിണറുകൾ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് ആഫ്രിക്കയാണ്. കുറേ കുതിരയില്ല കേട്ടോ, ജിറാഫും മീർ കാറ്റ്സും അങ്ങനെ കുറേ ആഫ്രിക്കൻ വനാന്തരത്തിലൂടെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മുടെ നായകനെ കാണിക്കുകയാണ്. നായകൻ ഒരു സാധാരണ ഒരു എംപ്ലോയിയുടെ വേഷത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെ കിണർ കുഴിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ നായകൻ. അപ്പോൾ നായകൻ്റെ പേരാണ് തേസും. അങ്ങനെ എല്ലാവരും അവിടുത്തെ ജനങ്ങളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ, വെള്ളം കുഴിക്കുന്നത്. അങ്ങനെ അവസാനം കുറേ കഴിഞ്ഞപ്പോഴാണ് കുറേ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളി ചാടുന്നുണ്ട്. കാരണം അവിടുത്തെ നാടുകളിൽ വെള്ളം പ്യുവർ വാട്ടർ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മുടെ തേസും ഒക്കെ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോഴേക്കും അത് ന്യൂസിൽ പോയിട്ടോ. ന്യൂസിലപ്പോഴേക്കും വന്നു നമ്മുടെ തേസുങ്ങിൻ്റെ 2ാമത്തെ കിണർ കുഴിക്കൽ ഇൻ ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത സീനിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് കുറേ ഇവൻ്റെ ഫാൻസുകളൊക്കെ കൂടിയിട്ട് ഇവൻ്റെ പേരിൽ കുറേ ഫുഡ് ഐറ്റംസും ഫുഡ് സപ്ലൈസും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന. എന്നിട്ട് ഇവനതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണ്. ഇവൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഒരു കുട്ടീനോട്. അപ്പോൾ ഒരു പീക്കിരി ചെരുപ്പില്ല. അവപ്പോൾ മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവനൊരു ഷൂ കൊടുത്തായിരുന്നു പീക്കിരിക്ക് കേട്ടോ. അപ്പോൾ അവനത് അവൻ്റെ ബ്രദറിന് കൊടുത്തു. അപ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ ഭയങ്കര ആ കുട്ടീനൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷം, നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്. പിന്നത്തെ സീനിൽ കാണുന്നത് നമ്മുടെ ഹാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് ഇനി ഞാൻ ഒരു കോൾ എടുക്കുന്നില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റേഡിയോയിൽ നമ്മുടെ തേസുങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തേസുങ്ങിനോട്, നിൻ്റെ ഐഡിയൽ ടൈപ്പ് എന്താണ് പെൺകുട്ടീനെ പറ്റിയിട്ട്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, ഓ ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, നൈസായിട്ട് ആ റേഡിയോ അങ്ങോട്ട് ഓഫ് ചെയ്യും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇവൾ ഹോട്ടലിലെത്തി. എന്നിട്ട് ഇപ്പോൾ നല്ലപോലെ മേക്കപ്പ് ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അവളിങ്ങനെ നടന്നു പോകുമ്പോൾ സൈഡിൽ തേസുങ്ങിൻ്റെ ഒരു വലിയ പോസ്റ്റ് കണ്ടിട്ട് അപ്പോൾ അവളിങ്ങനെ മൈൻഡ് ചെയ്ത് കുരിപ്പ് ഇതൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ പോക്ക് കണ്ടിട്ട് എന്താ പറയുക, ഒരു ഡേറ്റിനുള്ളൊരു പോക്കാണ്.
അപ്പോൾ അവളുടെ ഡേറ്റ് അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെക്കൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് ആ ചെക്കൻ ഇങ്ങനെ ചോദിക്കണേ, അല്ല നിങ്ങളിങ്ങനെ ഓൾറെഡി ദിവസവും ഇങ്ങനെ കുറേ സെലിബ്രിറ്റീസിനെ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക ആണുങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു നല്ല പാർട്ട്ണറിൻ്റെ കോൺസെപ്റ്റൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര ലുക്കൊന്നുമില്ല എന്ന്. അപ്പോൾ ഇല്ല ഞങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിലും ഈ സെലിബ്രിറ്റീസ് ഒന്നും നിങ്ങൾ വിചാരിക്കണ പോലൊന്നുമല്ല, എനിക്ക് അവരുടെ പാറ്റേൺ അവരുടെ ആ ഒരു ഇതേ എനിക്ക് ഇഷ്ടമല്ല. അവരുടെ മുഖം നോക്കി, ഒരു കുഞ്ഞു മുഖവും പിന്നെ ഒരു നീണ്ട കോല് പോലത്തെ കാലും, എനിക്ക് അവരൊന്നും കണ്ണൂടാ. അപ്പോൾ ഈ ചെക്കൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ഈ തേസുങ്. അപ്പോൾ അത് നിങ്ങളുടെ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യണേ? അപ്പോൾ അവൾ പറയാം അതെ ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഇതിൽ തന്നെയാണ്. അപ്പോൾ ഈ ചെക്കൻ പറയാം, എൻ്റെ അനിയത്തി ഭയങ്കര ഫാനാണ്. പിന്നെ അവളിങ്ങനെ പറഞ്ഞ് എനിക്കെന്തോ ഭയങ്കര സൂപ്പറാണെന്നാണ് തോന്നണത്. എന്നിട്ട് ഇവരെന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്? അപ്പോൾ അല്ല അപ്പോൾ അല്ല എല്ലാ സെലിബ്രിറ്റീസ് ആയിട്ടൊന്നും ഞാൻ അത്രയ്ക്ക് ക്ലോസ് അല്ല. അപ്പോൾ ഫോൺ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അയാൾ പറയാം ഫോൺ എടുത്തോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്നറിയാം. എന്നിട്ട് ഇവളിങ്ങനെ ചോദിക്കും, നിങ്ങൾ മൂവീസ് ഇഷ്ടമാണ്? അപ്പോൾ പറയാം അതെ. അപ്പോൾ പറയും ഈ സ്ക്രീനിങ്സ് ഉണ്ടാവില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവ്യൂ ഷോ, ഫസ്റ്റത്തെ ഷോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അങ്ങനെ വല്ല നിങ്ങൾക്ക് ഇത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് സൗകര്യമൊക്കെ തരാം. അപ്പോൾ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്, എന്താണെങ്കിലും പക്ഷേ നീ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായാനേ. അപ്പോൾ ഷുവർ അപ്പോഴേക്ക് വീണ്ടും കോൾ വരും. അപ്പോൾ അവൻ പറയും നിങ്ങൾ എടുത്ത ഫോൺ എന്ന് പറയും കേട്ടോ. അപ്പോഴാണ് റിപ്പോർട്ടറാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, എടാ ഈ സമയത്താണ് വിളിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ ജോലിക്ക് സമയം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല, നീ ഫോട്ടോസ് കണ്ടോന്ന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സെലിബ്രിറ്റി കഴുത്തിൽ കൂടെ കൈയിട്ടു. അപ്പോൾ എന്താ പറയുക ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് ഇങ്ങനെ വരാണ്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മളും കഴുത്തിൽ കൂടെ ഒക്കെ കൈയിട്ട് നടക്കുന്നില്ലേ, അതിൻ്റെ അർത്ഥം നമ്മൾ ഡേറ്റിംഗ് എന്നാണോ? എന്നിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ, അപ്പോൾ ഇയാൾ റിപ്പോർട്ടർ ആയതുകൊണ്ട് ഇയാൾ ഈ ന്യൂസൊക്കെ എഴുതുന്ന ആളാണ്. എന്നിട്ട് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഫോം ചെയ്യാം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം ഇത് ഒരു ഡേറ്റിംഗ് ആണ്, പക്ഷെ ഞങ്ങൾ എന്താണെങ്കിലും അത് ഡിനൈ ചെയ്യും. ഞങ്ങൾ പറയും അവർ വെറും കൊളീഗ്സ് അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ റൂമർ അങ്ങോട്ട് ഇതാക്കും. പിന്നെ ഒരു കാര്യം, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു നല്ലൊരു എക്സ്ക്ലൂസീവ് തരാം, തൽക്കാലം ഞങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട്. ഈ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ പറ്റിയ, നീ ഭയങ്കര എന്തോ ധൃതിയിലും ടെസ്പറേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ പറയും, എൻ്റെ പൊന്നു മോനെ, ഞാൻ ആഗ്രഹപാടെ കഷ്ടപ്പെട്ട് എനിക്കൊരു ഡേറ്റ് കിട്ടിയതാണ്, എനിക്ക് ആ ചെക്കനെ ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ തൽക്കാലം നല്ലപോലെ പോകുന്നുണ്ട്, നീ അത് നശിപ്പിക്കല്ലേ. അപ്പോൾ ഇയാൾ പറയും ഓക്കെ എങ്കിൽ ഞാൻ വെറുതെ വിടാം, പക്ഷെ നാളെ എന്താണെങ്കിലും എനിക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയും ശരി മോനെ എന്ന് പറഞ്ഞ് വെക്കും. പിന്നെ ഇവർ രണ്ടുപേരും ഇന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഇവളുടെ ജോലിനൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവൾക്കൊരു മെസ്സേജ് വരും, ഒരു ലവ് സ്കാൻഡലിൽ പെട്ടെന്ന് ഏതോ ഒരു സെലിബ്രിറ്റി വീണ്ടും ഒരു ലവിൻ്റെ എന്തോ ഒരു ഇതിൽ റൂമറിൽ പെട്ടത്. അപ്പോൾ ഈ കുരിപ്പ്. അപ്പോൾ ഇയാൾ അപ്പോൾ ഒന്നുമില്ല. എന്നിട്ട് ഇവളെന്ത് ചെയ്യും, മെസ്സേജ് എടുത്തിട്ട് ഈ റിപ്പോർട്ടർ. അപ്പോൾ ചോദിക്കുന്നത്, നീ എന്നോടാണോ സംസാരിക്കണത് അല്ലെങ്കിൽ വേറെ ആരോടാണോ? അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങളുടെ ഫോണൊന്ന് കടം വാങ്ങിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യും, ഇവള് മറ്റാളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ, വേറൊരു റിപ്പോർട്ടർ. അപ്പോൾ എന്ത് ചെയ്യും, ഇവള് എൻ്റെ ഫോണിൽ ഇങ്ങനെ ന്യൂസ് നോക്കും. അപ്പോൾ ഇവളിങ്ങനെ റിപ്പോർട്ടറിനെ എടുത്തിട്ട് പറയും, വല്ല ലവ് സ്കാൻഡിൽ ഇതൊക്കെ പറയാം, അവന് കൊളീഗ്സാന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്ക്. അപ്പോൾ ആ റിപ്പോർട്ടർ പറഞ്ഞിട്ട് ഇതങ്ങനെ പറ്റില്ല, ഇത്തിരി സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ ഇവള് ശരി. എന്നിട്ട് എന്ത് ചെയ്യും, ഇയാളുടെ അടുത്ത് വന്നിട്ട് അതെനിക്ക് പെട്ടെന്ന് ഒരു അർജൻസി വന്ന് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരുത്തി പോവും. പാവം ശശിയായിട്ട് ആ ചെക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവളന്നിട്ട് ഇങ്ങനെ ഫോണിൽ കൂടെ പറയുന്നുണ്ട്, അവർ ഡേറ്റിംഗ് അല്ല. അപ്പോൾ ആ റിപ്പോർട്ടർക്ക് ശരിക്കും അപ്പോൾ ഇല്ല ഒരിക്കലും ഇല്ല, അവർ ഡേറ്റിംഗ് അല്ല. അപ്പോൾ ഈ റിപ്പോർട്ടർ പറഞ്ഞിട്ട്, ഞാൻ അവൻ്റെ ഫോട്ടോസ് നോക്കുമ്പോൾ ലവ് പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ പറയും അത് പിന്നെ തോന്നാണ്ടിരിക്കും, അവർ ആ റീസെൻ്റ്ലി അഭിനയിച്ച ആ നാടകത്തിൽ എന്ത് നല്ല കെമിസ്ട്രി ആയിരുന്നു, എനിക്ക് പോലും തോന്നിപ്പോയിട്ടുണ്ട് അവർ പ്രണയത്തിലാന്ന്. പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണാഞ്ഞിട്ടാണ്, ശരിക്കും അവൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഉണ്ട്. പിന്നെ കേൾക്കുന്ന ഫുള്ള് കോൾസുകളാണ് കേട്ടോ. അപ്പോൾ ഇവള് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും, അവർ കൊളീഗ്സാണ് പാവം. അങ്ങനെ ഫൈനലി ന്യൂസ് വന്നു, ഇവർ രണ്ടുപേരും കൊളീഗ്സാന്നുള്ള കാര്യം. പാവം കൊച്ചു രാത്രി ഒരു നേരമായപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവള് ക്ഷീണിച്ചിട്ടിരിക്കല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ബിയർ എടുത്ത് വന്ന് ഫ്രിഡ്ജിലിരിക്കുമ്പോഴാണ് ബിയറുമേ ഉണ്ട് നമ്മുടെ തേസുങ്ങിൻ്റെ ഫോട്ടോ. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ഇവൻ്റെ ഫോട്ടോ എന്തിനാ കൊണ്ടുവയ്ക്കുന്നത് എന്നിട്ട് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് ഇവൻ്റെ പേര് കേട്ട് എൻ്റെ ഒരു ദിവസമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ റൂമിൽ വന്നിട്ട് ഇവളിങ്ങനെ പറഞ്ഞത്, എനിക്ക് സ്വന്തമായിട്ടൊരു ലവ് ലൈഫില്ല, എന്നിട്ട് വെല്ലോൻ്റെ ലവ് ലൈഫിൽ കൈ കടത്തിലുള്ള എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഗതിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കാണിക്കുന്നത് ഒരു പെൺകുട്ടിയിൽ നിന്ന് ഫുള്ള് ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ് കേട്ടോ ലാപ്ടോപ്പിൽ. അവളാണെങ്കിൽ കുളിച്ചിട്ടും പല്ലിച്ചിട്ടും 2 ദിവസമായ പോലെയാണ് കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ഹാൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഹാൻ ചോദിക്കും, അല്ല എൻ്റെ മുഖത്തിന് എന്ത് പറ്റി? അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ ചീഫ് ഉണ്ടല്ലോ 2 ദിവസമായി പിന്നാലെ നടക്കാതെ ഒരു എക്സ്ക്ലൂസീവിന് വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യും, എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിട്ട് തീർത്തു എന്ന് പറയും കേട്ടോ. എന്നിട്ട് വിളിക്കും, അല്ല നിൻ്റെ ഹാൻസം ഡേറ്റ് എന്തായി ഇന്നലത്തെ? അപ്പം നമ്മുടെ ഹാൻ പറയുന്നുണ്ട്, അതുണ്ടല്ലോ ഇന്നലെ ഒരുത്തൻ്റെ ഒരു ലവ് ഉണ്ടായിരുന്നില്ലേ, അതിലങ്ങോട്ട് ഒലിച്ചു പോയി, അവനാണെങ്കിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടതുമായിരുന്നു.
അപ്പോൾ നമ്മുടെ ഹാമ്പറേറ്റർ ഇനി ഞാനുണ്ടല്ലോ ഈ ഡേറ്റിനും ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോക്ക് നിർത്തി. കാരണം ഞാൻ ഫ്രീ ആകുമ്പോൾ എൻ്റെ ബ്ലൈൻഡ് ഡേറ്റ്സ് എന്നിൽ ഇൻട്രസ്റ്റ് ആവില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ആകുമ്പോൾ എനിക്കാണെങ്കിൽ 100 കൂട്ടം പണി. ഇത് രണ്ടും സെറ്റാവില്ല. അപ്പോഴേക്കും ഈ കൂട്ടുകാരത്തേക്ക് ഒരു കോൾ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടോ സാറ്റർഡേ ഞാൻ ഫ്രീ ആണല്ലോ, ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹാൻഡ് വയ്ക്കും നിൽക്കും സാറ്റർഡേ വർക്ക് ഉണ്ടോ? അപ്പോൾ പറയും ഇല്ല ഡേറ്റാണ്. അപ്പോൾ പറയും നിനക്ക് നിൻ്റെ ഡേറ്റില്ല, ആ ഒരു ചെറിയ നിന്നേക്കാളും ചെറിയ ചെക്കൻ. അപ്പോൾ പറയും ഓ അത് ഞാൻ ഡേറ്റ് ബ്രോക്കപ്പ് ചെയ്ത്. അപ്പോഴേക്കും അതെന്താ കൂട്ടുകാരത്തി പറയേ, ഞാൻ വിചാരിച്ചവൻ എന്നെ 5 വയസ്സ് താഴെയാണ്, പക്ഷേ ഉണ്ടല്ലോ അവൻ എന്നെ 10 വയസ്സാണ് താഴെ. അപ്പോൾ ഹാൻഡ് ചോദിക്കും അല്ല ഇപ്പോൾ ആരെയും ഡേറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അത് ഞാൻ 2 ദിവസം മുമ്പ് ഇൻ്റർവ്യൂവിന് വെച്ച് കണ്ട ഒരു ചെക്കനെ. അപ്പോൾ നമ്മുടെ ഹാൻഡ് നമിച്ചു മോളെ. അങ്ങനെ ഒരു രണ്ടുപേരും നടന്നു വരുമ്പോൾ ഒരു ബസ്സിൽ ഈ നമ്മുടെ തേസുങ്ങിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ടു. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ എയർപോർട്ടിൽ ഇവനിങ്ങനെ വരുവാണ്. അപ്പോൾ കുറേ ആളുകൾ ഇവന് ചുറ്റും കൂടിക്കണം. പെട്ടെന്ന് ഇവളിങ്ങനെ വീഴും നിലത്ത്. അപ്പോൾ ഇവനെന്ത് ചെയ്യും, അവളുടെ അടുത്ത് വന്നിട്ട് പിന്നെ അവളോട് എന്തോ ഇങ്ങനെ അടുത്ത് വന്നിങ്ങനെ പറയണത്. പിന്നെ ആ സീൻ കട്ടാക്കിയിട്ട് പ്രസൻ്റ് ആണ്. എന്നിട്ട് ഇവളിങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിക്കും എന്ത് പറ്റി, നീ ഭയങ്കര സന്തോഷത്തിലാണോ, നിൻ്റെ മെയിൻ സൂപ്പർ സ്റ്റാർ തിരിച്ചു വരുന്നതിൻ്റെ? അപ്പോൾ പറയും പിന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഇവിടെ നടന്നു പോകുമ്പോഴുണ്ട് എല്ലായിടത്തും ഇവൻ്റെ മുഖം മാത്രം, ബാനറിൽ ടി വിയിൽ എല്ലായിടത്തും എന്ത് ചെയ്ത് നമ്മുടെ തേസും അങ്ങോട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഓഫീസാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരു ചീഫ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മീറ്റിൻ്റെ ഹെഡ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടോ, മാരി മൈ ഹസ്ബൻഡിലത്തെ നമ്മുടെ അപ്പൂപ്പൻ്റെ സെക്രട്ടറി മൂപ്പരുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെക്രട്ടറി എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല ഈ ആഴ്ച തന്നെ എത്ര പ്രാവശ്യം ഈ ജാങ്സി കൂക്ക് ഡേറ്റിംഗ് ഇതിൽ റൂമേഴ്സിൽ പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട് അല്ല ആ പെണ്ണായിട്ട് എന്താണ് അവൻ്റെ തീരുമാനം, അവളായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണോ തീരുമാനിക്കണത്? ഒരു ഡ്രാമ കഴിഞ്ഞപ്പോഴേക്ക് ഇത്രമാത്രം അവർക്ക് പ്രണയിക്കാൻ എന്താണ്? അപ്പോൾ അതിലത്തെ ഒരു എംപ്ലോയി പറയുന്നുണ്ട് ഇല്ല സർ, അവർക്കൊരു ചെറിയൊരു ഇഷ്ടം അട്രാക്ഷൻ തോന്നിയെന്നുള്ളൂ, പക്ഷേ ഇന്നലത്തെ ആ സംഭവത്തോടു കൂടി അവരത് അവസാനിപ്പിച്ചു. എന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട് അല്ല വേറൊരാളോട് ചോദിക്കുന്നുണ്ട് അല്ല അവൻ്റെ ഡ്രാമേനെ പറ്റി എന്തായി? അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അത് നെഗോഷിയേഷൻ പൈസയുടെ കാര്യത്തിൽ. അപ്പോൾ ഇയാൾ പറഞ്ഞിട്ട് ഇവർ ഇത്രയും വലിയ ഫേമസ് നായകൻ ആക്ടറായിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്യുകയാണോ? പിന്നെ ഒരു കാര്യം, ഇവനെ നമ്മൾ ബ്രേക്ക് എടുക്കാൻ കൊടുക്കാനേ പാടില്ല, അവൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് തുടർന്ന് ശരിക്കും പറഞ്ഞാൽ ഈ K-pop ഇൻഡസ്ട്രിയിലൊക്കെ സംഭവിക്കുന്നത്. അവർക്കൊരു ഫ്രീ ആയിട്ടൊരു സമയം കൂടി കിട്ടണില്ല എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ വെച്ചപ്പോൾ നമ്മുടെ BTS അവർ അവൻ്റെ മ്യൂസിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണുള്ളൂ അല്ലേ. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട് അല്ല തേസങ്ങിന് എന്തായി, അവൻ വന്നിട്ട് വേണം എൻ്റെ ബിസിനസ് ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടിയിട്ട്, അവനെയും സ്ക്രിപ്റ്റ് ഒന്നും വായിക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇയാൾ പറയും, ആ കൊളീഗ് പറയും ഇല്ല അവനിപ്പോൾ കൂടുതൽ ഈ ചാരിറ്റി വർക്ക് ചെയ്യണതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇയാൾ പറയും ഓ അവന് 1 ഇഞ്ച് കിണർ താഴെ കുഴിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇതിനേക്കാളും. അപ്പോൾ അവളുടെ തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് ഇവരുടെ കമ്പനി ലോയർ ഇട്ട്. അപ്പോൾ അയാളിങ്ങനെ പറയുന്നത് ഒരു കാര്യം എല്ലാവരുടെയും ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ കമ്പനിയിലെ പേഴ്സണലായിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ല, ഈ കമ്പനിക്ക് മൊത്തം വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പേഴ്സണൽ ആവശ്യങ്ങളായ ഡിവോഴ്സ്, വീടിൻ്റെ ഇത് അതൊക്കെ പ്രോപ്പറായ ചാനലിൽ എന്നെ അപ്രോച്ച് ചെയ്യണം, അല്ലാണ്ട് പാതിരാത്രിക്ക് വിളിച്ചിട്ടല്ല ചോദിക്കരുത്. ഇതൊക്കെ ഈ ബോസിനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. ബോസ് ഇങ്ങനെ ചമ്മിരിക്കുന്നുണ്ട്. പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ 3 കൊളീഗ്സും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട് ആ ലോയർ ഇത്തിരി വലിയ ബോറന്നല്ലേ? അപ്പം നമ്മുടെ ഈ ഹാൻഡ് പറയുന്നുണ്ട് ഒരിക്കലുമില്ല, അവൻ്റെ ധൈര്യം നോക്കണം, 6 മണിക്ക് ശേഷം അവൻ വർക്ക് ഇല്ല എന്ന് ഓപ്പണായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല അവൻ നല്ല പോലെ പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ മോശമൊന്നുമല്ല. അങ്ങനെ നമ്മുടെ ഹാൻ ഓഫീസിലേക്ക് വരുമ്പോൾ കുറേ എംപ്ലോയീസ് കുറവ്. അപ്പോഴേക്കും അതെന്ത് പറ്റി? അപ്പം നമ്മുടെ അപ്പുറത്തിരിക്കണം പറയുന്നുണ്ട് അവരോടിപ്പോയി. അവർ വിചാരിച്ച് ടി വിയിലൊക്കെ കാണുന്ന പോലെ ഫുഡ് അടിക്കുക, ഈ സെലിബ്രിറ്റീസിൻ്റെ കൂടെ നടക്കുക, ഇതൊക്കെയാണ് പണിയെന്ന്. അപ്പോൾ അവൾ പറയുന്നത് ഭാഗ്യവാന്മാർ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടില്ലേ, അല്ല ബാക്കിയുള്ള പുതിയ ഇൻറ്റേൺസൊക്കെ നല്ലവരല്ലേ? അപ്പോൾ കാണിക്കുമ്പോഴാണ് ഒരുത്തൻ. അപ്പോൾ അവൻ പറയും എല്ലാവരും നല്ലതാണ്, പക്ഷെ ഒരുത്തൻ മാത്രമല്ല, അവനാണെങ്കിലോ കുറേ പൊട്ടത്തരങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത സീരിയൽ കാണിക്കുന്നത് ഒരു പുതിയ ഇൻറ്റേൺ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവളുടെ പേരാണ് ഹോങ്. അപ്പോൾ അവളിങ്ങനെ എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാന് അവളെല്ലാതും കൂടി ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിലോ കുറേ ആക്ടേഴ്സിനൊക്കെ കണ്ടിട്ട് ഇവളിങ്ങനെ വാ പൊളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഹാൻ പറയും അങ്ങനൊന്നും നോക്കിക്കൂടാ, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ. ഹാൻ ചോദിക്കും അല്ല നിനക്ക് വല്ല സെലിബ്രിറ്റി ക്രഷ് ഉണ്ടോ? അപ്പോൾ ഹോങ് ഉണ്ട്, ദേ അവൻ. എന്നിട്ട് അവിടെ തേസുങ്ങിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഓ ഇവനാ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, അവളിങ്ങനെ നടന്നു പോകും. പിന്നെ കാണിക്കുന്നത് തേസും കേട്ടോ. അവനൊരു സാധാരണ ഒരു കുഞ്ഞ് വീട്ടിലിരുന്നിട്ട് എന്തൊക്കെയോ എഴുതാണ്. അപ്പോൾ ഒരു ആൾ വരുന്നുണ്ട്. അയാളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു നീ ഇവിടേക്ക് വരുന്ന പറഞ്ഞപ്പോൾ ഒരു ദിവസമൊക്കെ നിൽക്കുള്ളൂ എന്ന്, പക്ഷെ ഇതിപ്പോൾ ഒരു കൊല്ലമായി. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അല്ല കൊറിയയ്ക്ക് പോകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സന്തോഷമാവില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കുറേ ആളുകൾ എന്നെ മിസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കും അല്ല നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ആരെ കാണാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോണത് ഒരു എയർപോർട്ട് സീന് മുന്നേ അവളിങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ, അവനിങ്ങനെ അടുത്ത് വന്നിട്ട് അവളോട് എന്തോ പറയണമെന്ന്, അതാണ് ഇവനെ ഓർക്കുന്നത്. എന്നിട്ട് പക്ഷേ ഇവനിപ്പോൾ പറയും എനിക്ക് അങ്ങനെ ഉറപ്പൊന്നുമില്ല ആരാന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല.
അപ്പം എന്താ ഇവൻ്റെ ബാക്കിൽ ഇങ്ങനെ നോക്കൂട്ടോ. അപ്പോൾ ആ ഫോട്ടോയിൽ ഇവളുടെ ഈ എയർപോർട്ട്സിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇയാൾ പറയുന്നുണ്ട് ഒരുപാട് ഇവിടുത്തെ പിള്ളേർക്ക് ഒരുപാട് കരച്ചിൽ വരും നീ പോകുമ്പോൾ. ആ പോകുമ്പോൾ ഒരു പേപ്പർ കൊടുത്തിട്ട് പറയും ആക്ച്വലി ഇത് ഞാൻ ശരിക്കും എൻ്റെ മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഉണ്ട് കേട്ടോ. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. പിന്നെ കാണിക്കുന്നത് ഹാനാണ് കേട്ടോ. ഹാൻ ഇങ്ങനെ ഒന്ന് വായിക്കുകയാണ് കേട്ടോ. ഇവൻ അടുത്ത മാസം വരുന്നു. അപ്പോൾ പറയും ഓഫ് അടുത്ത മാസം എനിക്ക് വേറൊരു ജോലി കണ്ടെത്തേണ്ടി വരും. സീനിൽ കാണിക്കുന്നത് ക്യാങ് ഉണ്ടല്ലോ, ഒരു ആക്ട്രസിൻ്റെ വീട്ടിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഗ്രീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ വരുമ്പോൾ അവൻ ചോദിക്കുന്നത് നീ ഇന്നലെ ഉറങ്ങിയില്ല? അപ്പോൾ അവൾ പറയും ഇല്ല ഞാൻ എൻ്റെ ഫാൻസായിട്ട് ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു. ഇവളാണെങ്കിലോ തേസുങ്ങിൻ്റെ വൻ ഫാനാണ്. പിന്നെ എന്ത് ചെയ്യും ഇവൾക്ക് കുറേ പ്രൊജക്ട്സ് ആയിട്ടാണ് വന്നിട്ടുണ്ട്. പറയും ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരം ചൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ഇവൾ പറയും ഞാൻ നമ്മുടെ തേസുങ്ങ് ചെയ്തതിൻ്റെ എന്ത് ഞാൻ ചെയ്യും. അപ്പോൾ പറയും അറിയാലോ. പിന്നെ ഇവളിങ്ങനെ കുറേ പൊക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവനൊരു ഫോൺ വരുന്നുണ്ട്, ആരോ ഭയങ്കര ചൂടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഓഫീസിൽ ചാടി പടഞ്ഞെത്തുമ്പോൾ ഒരു ആക്ട്രസ് വലിയ സീനിയർ നടിയാണ്, മുപ്പത്തി ചൂടാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വായിക്കാൻ കൊടുത്ത ഇവൻ്റെ സ്ക്രിപ്റ്റിൽ 2 സൈഡിലും അച്ചടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ദേഷ്യപ്പെടുന്നത്. അത് ഈ പുതിയ ഇൻറ്റേൺ ചെയ്ത പണിയാണ് കേട്ടോ. അപ്പോൾ ഈ ആക്ട്രസ് പറയുന്നുണ്ട് ഞാൻ ഈ പടമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവൻ ചെന്നിങ്ങനെ സോപ്പ് ഇടുന്നുണ്ട്. എന്നിട്ടും ഈ അമ്മച്ചി വീഴുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും ആ ഇൻറ്റേൺ അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് എടാ നിനക്ക് ആരെ ഇരിക്കണേന്നറിയോ, ഇവരെങ്ങാനും ഈ മൂവി ചെയ്തില്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് എന്ത് നഷ്ടം വരുമെന്നറിയോ. വൻ പൊക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മച്ചിക്ക് നൈസായിട്ട് അങ്ങോട്ട് സുഖിച്ച് നീ ഇപ്പം തന്നെ ഇവിടുന്ന് രാജിവെച്ച് പോക്കോ. അപ്പോൾ ഈ അമ്മച്ചി പറയും കുഴപ്പമൊന്നുമില്ല, ഇത്രയ്ക്കൊന്നും നീ പോകണ്ട, അവനെ വഴക്കൊന്നും പറയണ്ട, ഞാൻ ഈ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് വായിക്കട്ടെ. പിന്നെ നമ്മുടെ ക്യാങ് ഈ എംപ്ലോയിനെ ഇങ്ങനെ വഴക്കല്ല ഉപദേശിക്കുന്നുണ്ട്. ഒരു ആക്ടറിൻ്റെ അഭിമാനമാണ് അവരുടെ ആഗോള സെറ്റ്, അതുകൊണ്ട് അതൊരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. അങ്ങനെ കുറച്ച് ഉപദേശമൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ പിറ്റേ ദിവസം. അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ്റെ സാറ് ഇവൻ്റെ സാലറി കട്ട് ചെയ്യും. അങ്ങനെ ഇവളെന്താ ഇവർ രാത്രി വന്നിട്ട് ഇവർക്ക് അതിന് വേണ്ടിയിട്ട് എന്തോ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കുടിക്കണം. അങ്ങനെ ഒരു വൃത്തിയായിട്ട നാറ്റുള്ള സാധനം മൂക്കൊക്കെ പൊത്തിച്ച് പിടിച്ച് മൂപ്പരുത്തി കുടിക്കുന്നുണ്ട്. എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങും. ഉറക്കത്തിൻ്റെ ഇടയിൽ നിന്ന് എണീറ്റിട്ട് പിന്നെ കാണാൻ വയറും പൊത്തിട്ട് ഒരു 5-6 പ്രാവശ്യം ബാത്റൂമിലേക്ക് ഓടുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നമ്മുടെ കൊച്ച് ഈ സാധനം വീണ്ടും കുടിച്ചിട്ട് ഇങ്ങനെ വരുവാണ്. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം സ്ലിപ്പ് ചെയ്തിട്ട് ഈ സോഫയുടെ അടിയിലേക്ക് പോകും. അപ്പോൾ അവളതിങ്ങനെ തോണ്ടി എടുക്കുമ്പോഴാണ് TV ഓണായിട്ട്. TV-യിലാണെങ്കിലോ ഇവനെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തിപ്പാടാണ്. അപ്പോൾ ഇതെന്താ റിപ്പോർട്ടാണോ ന്യൂസാണോ അല്ലെങ്കിൽ ഇവനെ പറ്റിയുള്ള പുകഴ്ത്തിപ്പാട്ടോ. അങ്ങനെ ഇവൾ കഷ്ടപ്പെട്ട് റിമോട്ടൊക്കെ എടുക്കുമ്പോഴാണ് കൂടെ ഒരു ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോയുടെ കാര്യം എന്താ, ഫോട്ടോ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴേക്കും അവൾക്ക് വയറിന് വീണ്ടും ഗൂള് വന്നിട്ട് അവൾ ഓടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇവിടെ ആഫ്രിക്കയിൽ നമ്മുടെ തേസും കണ്ടല്ലോ ഒരു പെയർ ഷൂ ഒക്കെ ആയിട്ട് പോവുകയാണ്. ആരെയാണ് നമ്മുടെ പീക്കിരി ലൂക്കനെ കാണാൻ. എന്നിട്ട് അവൻ്റെ കാലൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയും ഇനി മുതൽ ഇത് നീ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് പറയും ഇനി നല്ല വൃത്തിയുള്ള വെള്ളം, അവിടെ വെള്ളം ഉണ്ട് ആഫ്രിക്കയിൽ, പക്ഷേ വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറാണ് അവിടെ കിട്ടുന്നത്. അപ്പം പറയും ഇനി നല്ല വെള്ളമൊക്കെ കുടിച്ചിട്ട് നീ സ്കൂളിൽ പോകണം, പ്രോമിസ് ചെയ്യണം. അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര സ്വീറ്റ് മൊമെൻറ്റ്സ് അങ്ങനെ ഉണ്ട്. അപ്പോൾ മറ്റേ ആളുണ്ടല്ലോ അവിടെ ഉള്ളത്, അയാൾ വന്നിട്ട് പറയും എടാ നമുക്ക് കളിക്കാൻ പോയാലോ. പിന്നത്തെ സീരിയൽ കാണിക്കുന്നത് നമ്മുടെ ക്യാങ്ങും ഹാനും ഹോയുങ്ങും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ മ്ലാച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാളങ്ങനെ പറയുന്നുണ്ട് അല്ല ഞങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റൊക്കെയാണോ ചെക്കപ്പ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹാനോട് പറയും അല്ല നീ എൻ്റെ കമ്പനിക്ക് എന്താണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവൾ പറയും ആദ്യം കടമായ കാശ് തിരിച്ചതാടോ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് മറ്റേ ഹോനോട് ചോദിക്കുന്നുണ്ട് അല്ല നിൻ്റെ സീനിയറാണ് ഒരു ഹായൊക്കെ പറയും. അപ്പോൾ ക്യാങ് പറയുന്നുണ്ട് നിങ്ങളെ ഇപ്പോൾ ആ കമ്പനിയിൽ നമ്മുടെ കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നത് കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇയാൾ പറയും അങ്ങനെയല്ല, വൺസ് എ സീനിയർ ഓൾവേസ് എ സീനിയർ. അപ്പോൾ ക്യാങ് പറയുന്നുണ്ട് ഇവരെ കണ്ടാലേ ഇനി എവിടെ കണ്ടാലും ഒരു തിരിഞ്ഞു പോലും നോക്കണ്ടെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ഇയാളും പിന്നാലെ നമ്മുടെ മൂവർ സംഘം അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇയാളിങ്ങനെ പെട്ടെന്ന് നിർത്തിയിട്ട് ഇങ്ങനെ പറയും അതെ നമ്മുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇവർക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇയാൾ പറയും അതെ നമ്മുടെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും ടെസ്റ്റൊക്കെ ചെയ്യേണ്ട ഇടയിൽ, അതുകൊണ്ട് എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക് പെട്ടെന്ന്. അപ്പോൾ എല്ലാവരും ഒരു ഫോൺ സ്വിച്ച് ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾക്കൊരു കോൾ വന്നിട്ട് ഇയാൾ ശരി ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ എല്ലാവരും ഇയാളെ നോക്കൂട്ടാ. അപ്പോൾ ഇയാൾ പറയും അതെ ഹെൽത്ത് അല്ല വർക്കാണ് ആദ്യം വരേണ്ടത്. എന്നിട്ട് ഇയാൾ ഓടിപ്പോടുണ്ട് ചെക്കപ്പൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട്. നമ്മുടെ ഹോ ഉണ്ട്, ഹോ എന്നുണ്ട് മറ്റേ പെൺകുട്ടിയുടെ പേര്. അവളിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുകയാണ്, ഫിസിക്കൽ ചെക്കപ്പിന് വേണ്ടി കയറിയിരിക്കുകയാണ്. ക്യാങ്ങും ഹാനും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാങ്ങിന് പെട്ടെന്ന് കോൾ വരും. അപ്പോൾ ഹാൻ പറയും എടുക്കല്ലേ. പിന്നെ കോൾ വന്നിട്ട് പോകുമ്പോൾ പറയും അയ്യോ സോറി മോളെ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ പോവും. പിന്നെ കാണിക്കുന്ന നമ്മുടെ ഹോയും ഹാനും കൂടിയിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ കേട്ടോ. എന്തോരം ടെസ്റ്റുകളാണ് നമ്മുടെയൊക്കെ ഫിസിക്കൽ ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം, ഒരു കാര്യമില്ല. ഇവർക്ക് കുറേ ടെസ്റ്റുകളുണ്ട് കേട്ടോ. അങ്ങനെ ഇവൻ്റെ അവസാനത്തെ ഒരെണ്ണം കൂടി ഉള്ളൂ. അങ്ങനെ ഇവരിങ്ങനെ തുള്ളി ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഫോൺ അടിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഹാൻ പറയും അയ്യോ എടുക്കല്ലേ ഹോ എടുക്കല്ലേ ആണ് നമ്മുടെ ഹാനിൻ്റെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഫോൺ വരും കേട്ടോ. അങ്ങനെ ഇവർ ലാപ്ടോപ്പിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ആ സൂക്ക് എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിനുള്ള അവരായിട്ട് ഇങ്ങനെ കൈ
പിടിച്ചടക്കടൊക്കെ ഫോട്ടോസ് ഇങ്ങനെ ലീക്ക് അയക്കണേ. അപ്പോൾ ഇവളിങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഹോനോട്, നീയല്ലേ പറഞ്ഞേ അവർ തമ്മിൽ ഒന്നുമില്ല, അവർ എൻഡ് ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് പറയും, അല്ല അവർ എൻ്റെ ചെയ്യാൻ പോവായിരുന്നു, പക്ഷെ അവർ തമ്മിൽ ഒന്നുമില്ല. അപ്പോൾ ഓഹോ കിസ് ചെയ്തിട്ടാണോ ഇതൊക്കെ പറയണത്? അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ഇവന് 2 പേരെ ഡേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് പറയും 2 അല്ല. അപ്പോൾ ഇവളങ്ങനെ നോക്കുമ്പോൾ 3. അപ്പോൾ ഇവള് പറയും, നല്ല അടിപൊളി. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, വേറൊരു ചോയ്സ് ഇല്ല, നമുക്ക് പറയാം അവൻ എന്താണെങ്കിലും ഇവളെ ഡേറ്റ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ ഈ പറയുന്നുണ്ട്, അപ്പം നമുക്ക് പറഞ്ഞാൽ അവർ പരസ്പരം അറിഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന്. അപ്പോൾ ഹാൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കിസ്സിങ് വരുന്നത് ഇവിടെ? എന്നിട്ട് നമ്മുടെ ഹാം പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഡേറ്റ് ചെയ്യുന്ന ഒരു ആക്ട്രസ്സാണ് കേട്ടോ, ആ ആക്ട്രസിൻ്റെ PR ടീമിനായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അവരോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പറയാം ഇവർ ഡേറ്റിംഗ് ആണെന്നുള്ള കാര്യം. പിന്നെ കാണുന്നത് നമ്മുടെ ഹാൻ എന്തൊക്കെയോ ഇരുന്ന് ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ അടുത്ത് അവളുടെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ചെക്കപ്പ്. ഇങ്ങനെ അടുത്ത് വന്നിട്ട് പറയും, അല്ല നമ്മുടെ ഈ സൂക്കുണ്ടല്ലോ അവൻ ബാക്കിൽ വന്നിട്ടുണ്ട്, ഞാൻ അവനെ കാണാൻ പോവാണ്. അപ്പോൾ ഇവള് പറയും, അവനോട് പറഞ്ഞേക്ക് എന്നെ മുന്നേ വന്നേക്കരുതെന്ന്. അപ്പോൾ ഇവളിങ്ങനെ പറയും, ഇല്ല ഓക്കെ എന്നിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് മെഡിക്കൽ ചെക്കപ്പിന്നൊക്കെ പറഞ്ഞിട്ട് പോകും കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ക്യാങ് ഇങ്ങനെ ഓടി വരാണ് കേട്ടോ. അപ്പോൾ ആ മറ്റേ കണ്ടൊരു ആക്ട്രസ് ഉണ്ടല്ലോ അവളുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കും, അല്ല നീ എന്താ ഇവിടെ ചെയ്യണേ, നിനക്കൊന്നും മെഡിക്കൽ ചെക്കപ്പ് ഇല്ലേ? അപ്പോൾ ഇവരെന്താണ് ഓടി വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ ഈ ഷൂട്ട് നടക്കണം എൻ്റെ ക്ലയൻറ്റിൻ്റെ മോൻ വന്നിട്ട് ഈ ആക്ട്രസിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അപ്പോൾ ഇവൻ ചോദിക്കും, അല്ല എവിടെ ആ ക്ലയൻറ്റിൻ്റെ സണ്ണ് എവിടെ? നോക്കുമ്പോഴാണ് ഈ ആക്ട്രസ്സായിട്ടിരുന്ന് കളിക്കിന്. പിന്നെ കാണിക്കുന്നത് ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഇവൻ വിചാരിച്ച് വലിയ ഏതോ പ്രായമുള്ള മോനാണ് കേട്ടോ. ഗ്യാങ് ആ ജൂനിയറോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതാണല്ലേ മോൻ? അപ്പോൾ പറയും, അതെ. അല്ല ഇത് അവളായിട്ട് എന്താ അൺകംഫർട്ടബിള്? അപ്പോൾ ഈ ജൂനിയർ പറയും, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന തേമ്പോക്കിയുണ്ടല്ലോ, അത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇവള് പഫിയാവും ഫോട്ടോഷൂട്ടിൽ. അപ്പം അതാണ് ഇവിടുത്തെ സീന്. അപ്പോൾ ഇവനൊരു നോട്ടം നോക്കുന്നുണ്ട് നമ്മുടെ ഗ്യാങ്. എന്നിട്ട് കൊള്ളാടാ മോനെ എന്ന് പറഞ്ഞ് പുറത്ത് 2 തട്ടൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇവരുടെ ഇതാണ് കേട്ടോ, ഇവരുടെ ഓഫീസാണ്. അപ്പോൾ എല്ലാവർക്കും പൂരപ്പണിയാണ്, കാരണം ഇവൻ ഈ പണി ഒപ്പിച്ചുകൊണ്ട് ഈ ആക്ടർ സൂക്കേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാ നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ഇനി ഇതിൻ്റെ മുന്നേ നമ്മൾ വീട്ടിൽ പോണേ മുന്നേ ഒന്നും വരാതിരുന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഉണ്ടല്ലോ ആ ജൂനിയർ പെൺകുട്ടി, അവളിങ്ങനെ പറയും എല്ലാവരും ഒന്ന് വന്നേ. അപ്പോൾ ഇവർ ഓടി വന്ന് നോക്കുമ്പോഴേക്കും ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേസും ഉണ്ടല്ലോ ഒരു വോളണ്ടിയറിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ്. ഇവിടെ നമ്മുടെ ഹാനിന് ഫിസിക്കൽ ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഇവളാണെങ്കിൽ പറയുന്നത് മുഴുവൻ ഇവളുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇവൾ എന്ത് ചെയ്യും, ബോധം വന്നിട്ട് ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ തുരതുരാ മെസ്സേജും കോൾസും. അങ്ങനെ അവൾ കോള് വിളിച്ച് നോക്കുമ്പോഴാണ് ഈ ന്യൂസ് കേട്ടിട്ട് അവൾ ഷോക്കായിട്ട് എണീക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഇവള് സബ് കോൺഷ്യസ് മൈൻഡിലാണല്ലോ. ഇവളാണെങ്കിലും എന്തൊക്കെയോ ഒരു ബോധത്തിന് എനിക്ക് പോയിട്ട് ഇവളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവളിങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഇവളിങ്ങനെ ഓടി വന്ന് ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്, എന്തായി. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, കൊളീഗ്സ് പറയും ഞങ്ങൾ ഓൾറെഡി റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിക്കും എല്ലാ റിപ്പോർട്ടേഴ്സിൻ്റെ കോൾ ഞങ്ങൾ ഇഗ്നോർ ചെയ്തില്ലേ? അപ്പോൾ ഇവർ പറയാം ഇഗ്നോർ ചെയ്തു. അപ്പോൾ ഇവള് ഒരു കൊളീഗിനോട് പറയും, ഇന്ത്യയിൽ അവൻ്റെ ഇപ്പോഴത്തെ നല്ല നല്ല ന്യൂസുകളില്ലേ? അപ്പോൾ ഇവൾ പറയാം അതുണ്ട് അതൊക്കെ എടുക്ക്. അപ്പോൾ നമ്മുടെ ഹോങ് പറയും, അല്ല ഇത് സത്യമാണെങ്കിലോ? അപ്പോൾ നമ്മുടെ ഹാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇല്ല അവനൊരിക്കലും അത് ചെയ്യില്ല. അപ്പോൾ അവൾക്കൊരു ഫോൺ വരും കേട്ടോ. അപ്പോൾ അവൾ പറയും എന്തായി? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കണേൻ്റെ ഇടയിൽ ഇവള് ഫുട്ബോൾ വോളിബോൾ കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ തലയിൽ ഇവനായിട്ട് തലയും കൂട്ടിമുട്ടിടിച്ചു. അപ്പോൾ അതൊന്ന് എക്സാഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ന്യൂസ് വന്നത്. അപ്പോൾ ഇത് ഫേക്ക് ന്യൂസാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് കോപ്പിലൊരു വോളിബോൾ. പിന്നെന്ത് ചെയ്യും, അവളെല്ലാ റിപ്പോർട്ടേഴ്സിൻ്റെ കോളുകളൊക്കെ എടുത്തിട്ട് ഇതിന് ഉത്തരം പറയുന്നുണ്ട് കേട്ടോ. പാതിരാത്രി ആയിട്ടാ എല്ലാവരും ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹാൻ പറയും എല്ലാവരും വീട്ടിൽ പൊക്കോ. അങ്ങനെ നമ്മുടെ ഹാൻ ഒരു കണക്കിന് ക്ഷീണിച്ചിട്ട് ഇവളുടെ കാറ് വന്നിരിക്കുമ്പോൾ കാറ് പണി തന്നു, സ്റ്റാർട്ട് ആവണില്ല. അങ്ങനെ ഇവളിങ്ങനെ ബസ്സിൽ പോകുമ്പോഴാണ് 2 പേര് എന്നിട്ട് വൻ ഡിസ്കഷൻ. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടാണ്. ബോയ് ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് തേസുങ്ങിൻ്റെ അത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും. ഫ്രണ്ട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ തേസുങ് അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇവളതൊക്കെ കേട്ടിട്ട് എന്താ പറയുക, തരി പോലും വലിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹാന അവസാനം വീട്ടിലെത്തിയിട്ട് അവൾ ഒരു ഡ്രിങ്ക്സൊക്കെ അങ്ങനെ കഴിക്കുകയാണ്. അപ്പോഴാണ് ആ ചുക്കി ചുളിഞ്ഞ ഫോട്ടോ ഒക്കെ വേസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മെസ്സേജ് വരും നമ്മുടെ ചെക്കൻ വരുക എന്നുള്ള കാര്യം കേട്ടോ. അപ്പോഴാണ് അവൾ ആ എയർപോർട്ടിൽ നടന്ന സംഭവം ഇങ്ങനെ ഓർക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ അടുത്ത് വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും നിന്നെ പോവാൻ സമ്മതിക്കില്ല, ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ പോവാൻ സമ്മതിക്കൂല എന്ന്. അവിടെ അതിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഓഫീസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ 3 കൊളീഗ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ഇന്നലെ എന്നാലും നമ്മുടെ ഹാന് അവനതൊരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് രോമാഞ്ചം വന്ന്. അപ്പം മറ്റേ പെണ്ണ് പറയുന്നുണ്ട്, അവരതിന് ഒരുമിച്ച് സ്കൂളിൽ പോയവരല്ലേ, അതായിരിക്കും അവരിത്ര ക്ലോസ്. അപ്പോൾ വേറെ കൊളീഗ് പറയുന്നുണ്ട്, അവർ കോളേജിൽ ഒരുമിച്ചാണ് പോയത്, അവർ ഗ്രാജുവേറ്റ് ചെയ്തൊക്കെ ഒരുമിച്ചാണ്. അപ്പോൾ ഹോങ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അസൂയ വരുന്നു. അപ്പോൾ നമ്മുടെ ക്യാങ്ങും ഹാനും കൂടി നടന്നു വരാൻ കേട്ടോ. അപ്പോൾ ക്യാങ് ഒക്കെ അവൻ മനഃപൂർവ്വം ചെയ്തതാണല്ലേ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കളിക്കുമ്പോൾ ഈ ഇടിച്ച ആളുണ്ടല്ലോ അയാൾ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. ഇവരങ്ങനെ കുറേ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം നമ്മുടെ സുഖ് അവൻ്റെ തല ഇടിച്ചതാണ് കേട്ടോ.
അപ്പോൾ ഇവരിങ്ങനെ വരുമ്പോൾ ഓഫീസിലാണെങ്കിലും പുതിയ വന്ന ഇൻറ്റേൺസ് ആരും ഇല്ല കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും പോയോ? അപ്പം പറയും ഇല്ല, നമ്മുടെ കൊച്ചനും മാത്രം പോയിട്ടില്ല. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു അത്യാവശ്യം ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പെട്ടെന്ന് ഡ്രൈവ് ചെയ്തൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ പറയുക, കുറേ പേര് ക്വിറ്റ് ചെയ്തു. കാരണം ഈ രാത്രി ഒന്നും വണ്ടി ഓടിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായില്ല. അതൊക്കെ കാരണം കൊണ്ട് കുറേ ഇൻറ്റേൺസ് ക്വിറ്റ് ചെയ്തു. പക്ഷേ ഇവൻ മാത്രം വണ്ടി ഓടിച്ചു പോയിട്ടാണ്. അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിചാരിച്ചു ഇവൻ വല്ല കാർ റേസർ എങ്ങനെയാവുന്നു, കാരണം അത്രയും പെട്ടെന്ന് ഇവന് ഓടിപ്പിച്ചെത്തിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ചെക്കൻ ആംബുലൻസ് ഡ്രൈവറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവൻ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റിയത്. അങ്ങനെ ഈ ചെക്കൻ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ക്യാങ്ങും ഹാനും കൂടിയിട്ട് ഇങ്ങനെ കൈയടിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കൂടെ നമ്മുടെ ഹോങ്ങും. അപ്പോൾ ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മച്ചിയുടെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇവൻ അടിച്ചത് നമ്മുടെ ഹോങ് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറ്റബോധം ഇവൾക്കുണ്ട്. അങ്ങനെ ഇവർ ഹോങ്ങും ഹാനും കൂടിയിട്ട് ഇങ്ങനെ കഫറ്റീരിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൾ നമ്മുടെ ഹാന് ഒരു കോഫി എടുത്തിട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ തേയ്സുങ് വന്ന് മുന്നിൽ നിൽക്കണത്. അങ്ങനെ നമ്മുടെ തേയ്സുങ് വന്നിട്ട് ഇവളുടെ അടുത്ത് നിന്നിട്ട് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കണ്ണും നോക്കിക്കണ സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ഡ്രാമ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പറയണം. വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, താങ്ക്സ് ഫോർ വാച്ചിങ്.